അത് നീ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ തെറ്റ് സംഭവിച്ചെന്ന് ആദ്യം പറ, അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോക്കാം നിങ്ങൾ. നീ അറിയേണ്ട കാര്യമില്ല. എല്ലാവരും മാറി നിൽക്കാൻ അയാൾ എന്ത് തെറ്റിയാ കൊണ്ടുപോണേ ആദ്യം വിടാ പറ. നീ എന്താ നാടകം ഇവിടുന്ന് വിടില്ല, പറഞ്ഞു കൊടുക്ക സാറേ. എന്തിനാ എന്തേ കാണിക്കുന്നേ? എന്തിനാ ഇദ്ദേഹത്തെ കൊണ്ടുവന്നേ? നീ ആരാ? പ്രസ് റിപ്പോർട്ട് ആണെങ്കിൽ ചാർജ് ഷീറ്റ് ഉണ്ടോ? ഇവിടെ ഉള്ള ആരെങ്കിലും കംപ്ലൈന്റ് തന്നിട്ടുണ്ടോ? കാണിച്ചേ, നിങ്ങളെ കംപ്ലൈന്റ് ഒന്ന് കാണിച്ചേ. മാറിക്കടാ സാറേ, അവന്മാര് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവനാണെങ്കിൽ പ്രസ് എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നമാകും. ഒന്ന് പോ സാറേ. സാർ വിട്ടേ. കാണിച്ച് തരികടൊക്കെ യൂട്യൂബ് ചാനലിട്ട് കാണിച്ചു തരാം. പോ ഫസ്റ്റ് ഇവരെ കൊണ്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യിക്കാനായിട്ട്. സാറേ, എന്താ സാറേ പ്രശ്നം? പൊക്കിയോ. ഇന്നലെ രാത്രി എനിക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ടുവന്ന് നോക്കുക. സാർ വിഷമിക്കട്ടെ സാറേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. താങ്ക്സ്. മാം മീറ്റിംഗിലാണ്. കുറച്ചു നേരം മാഡത്തിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. Election കഴിയുന്നതുവരെ nobody will be granted personal holidays or leaves. Okay, madam. ACPC and commissioners should be on standby 24/7. Yes, madam. ഏത് ചെറിയ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ശരി madam, അങ്ങനെ ചെയ്യാം. Don't take anything lightly and don't give space to media and opposition to talk about us or our department. യെസ് മാഡം. Especially ഇലക്ഷന് 2 ആഴ്ച മുൻപ് I want everyone to be cautious, alert and vigilant. ഷുവർ മാഡം. Okay then. Thank you. മാം, Wait a minute, please. നിന്നോടല്ലേ പറഞ്ഞത് ഫോൺ ഓഫ് ചെയ്യടാ. എന്താ പ്രശ്നം? നീ എന്താ നാടകം കളിക്കാ? അയാൾ എന്ത് തെറ്റിയാ കൊണ്ടുപോണേ ആദ്യം വിടാ പറ. സാറേ എന്തിനാ സാറേ കുത്തിനെ പിടിക്കുന്നേ? വീഡിയോ ഇടണോ? സായ്നഗർ ആരുടെ ലിമിറ്റിലാ വരുന്നത്? എന്റെ ലിമിറ്റാ മാം. What's happening there? കിഡ്നാപ്പ് കേസ് മാഡം. Can you please brief me? വെളുപ്പിന് 2:30 കൺട്രോൾ റൂമിലേക്ക് ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കോൾ വന്നു. സുബ്രഹ്മണ്യന നോവലിസ്റ്റ് ആണെന്നും അയാൾ പറഞ്ഞു. അയാൾ നടന്ന കാര്യം അങ്ങനെ കഥയായിട്ട് എഴുതി വെച്ചേക്കുക. എനിക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയത്. എൻക്വയറി ചെയ്യാൻ ഞാനാ പറഞ്ഞത്. സോ നേരിട്ട് നിങ്ങൾ അവരെ കസ്റ്റഡിയിൽ എടുത്തല്ലേ? യെസ് മാം. അവരെന്നെ ചേംബറിൽ വന്ന് കാണണോ? പോലീസുകാരുടെ അക്രമം. മുതിർന്നവരെ ക്രൂരമായി പീഡിപ്പിച്ച് അറസ്റ്റ് ചെയ്ത പോലീസുകാരെ പൊതുജനങ്ങളുടെ ഇടപെടൽ കാരണം അവരെ പറഞ്ഞയച്ചു. കൂടാതെ ഈ അക്രമരാഹിത്യം ഷൂട്ട് ചെയ്ത് യുവാക്കളുടെ സെൽഫോൺ വലിച്ചെറിഞ്ഞത് മാത്രമല്ല, അവരെ പീഡിപ്പിച്ചതും പൊതുജനങ്ങളുടെ ഇടയിൽ രോഷം കൊള്ളിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ അതിവേഗം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.